ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. പച്ചയും വിട്ട് പച്ച ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇന്ന് മലേഷ്യയുടെ വൈബ് ക്യാപ്ചർ ചെയ്യാൻ പോവാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ മെട്രോയിലേക്ക് നടന്നു പോവാണ്. ഈ മൈ ടൗൺ മോളിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തു ഈസ്തെറ്റിക് മോൾസ് ആണെന്നറിയോ ഇവിടെ. നമുക്കിവിടെ ഭയങ്കര ഹ്യൂമിഡ് ആണെങ്കിൽ പോലും മോൾസിനകത്തുള്ള കിഡിലൻ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസും കൊണ്ട് നമുക്കിവിടുത്തെ എത്ര ബാഡ് വെതർ ആണെങ്കിലും നമ്മുടെ ഹോളിഡേ സ്പോയിൽ ആവില്ല. കാരണം യു സോ മച്ച് ഓഫ് തിങ്സ് ടു ഡു. എപ്പോഴും നമുക്ക് ഔട്ട്ഡോർ ചിലപ്പോൾ പറ്റില്ല, കുട്ടികളായിട്ട് പറ്റില്ല, ഹീറ്റ് ചിലപ്പോൾ ഒരുപാട് സഹിക്കാൻ പറ്റില്ല രാവിലെയൊക്കെ. സോ ഇൻഡോറിൽ ഇഷ്ടംമാതിരി ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ഒരു മോളെ ഞാൻ കാണിച്ചു തരാം. ഒരു സെറ്റപ്പും ആൾ കുട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ കുട്ടികളായാലും മതി, ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റപ്പിലേക്ക് ഞാൻ കാണിച്ചു തരാം. ബുക്കിറ്റ് ബിൻടാങ്ങിൽ എല്ലാം ഉണ്ട്. എന്ത് സൗകര്യമാണെന്നുണ്ടോ. ഹ്യൂജ് മാൾ, സൈഡിൽ ഐക്കിയ, തൊട്ട ഓപ്പോസിറ്റ് നമ്മുടെ MRT ഉണ്ട്. സോ ദാറ്റ്സ് ലൈക്ക് മെട്രോ സ്റ്റേഷൻ. 2 സ്റ്റോപ്പ് കയറി ഇറങ്ങിയാൽ നമ്മൾ നേരെ ബുക്കിറ്റ് ബിൻടാങ്ങിലെത്തും. മറക്കരുത് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്, ബുക്കിറ്റ് ബിൻടാങ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ മെട്രോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഗ്രാബ് ഉപയോഗിക്കാം. പക്ഷേ മെട്രോ ഉപയോഗിച്ചാൽ തിരക്കില്ലാതെ എത്താൻ പറ്റും. ഭയങ്കര ചീപ്പാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. മലേഷ്യയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് എവ്രി പോപ്പുലേഷൻ സ്പീക്സ് ഇംഗ്ലീഷ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം ടൂറിസ്റ്റിന് വളരെ ഈസി ആയിട്ട് ഒറ്റയ്ക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മലേഷ്യ. യു ഡോണ്ട് നീഡ് എ പാക്കേജ് ടു കം ടു മലേഷ്യ. ടിക്കറ്റൊക്കെ എടുക്കാൻ എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഇംഗ്ലീഷ് പ്രസ് ചെയ്യുക, നമുക്ക് പോകേണ്ട ബൈ ടോക്കൺസ് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ പോകേണ്ട ബുക്കിറ്റ് ബിൻടാങ് സ്റ്റേഷനാണ്. സോ ജസ്റ്റ് ഓക്കെ, ബുക്കിറ്റ് ബിൻടാങ് എടുക്കുക. നമുക്ക് ബുക്കിറ്റ് ബിൻടാങ് KGLയിലേക്കാണ് പോകുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ 2 പേരുള്ളതുകൊണ്ട് 2 പേര് കൺഫേം. ആൻഡ് നമുക്ക് ക്യാഷും കാർഡും വെച്ച് കൊടുക്കാം. കാർഡ് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. നിങ്ങൾ ടാപ്പ് എനേബിൾ ചെയ്യുക എബ്രോഡ് വരുമ്പോൾ. ആൻഡ് ദെൻ നമ്മുടെ ടോക്കൺ ഇവിടെ വരുന്നതായിരിക്കും. സോ ഇറ്റ്സ് സോ ഈസി. നമുക്ക് ഡെയിലി പാസും ഉണ്ട്, പക്ഷെ എൻ്റെ ആവശ്യമില്ല. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. കാരണം ഇടയ്ക്ക് ടാക്സി ആണെങ്കിലോ. സോ ഇത് നമ്മൾ കയറുന്നിട്ട് ടാപ്പ് ചെയ്യുക, എക്സിറ്റിൻ്റെ അടുത്ത് കോയിൻ അകത്തിട്ട് മെട്രോ ഉപയോഗിക്കുക. ഇത്രേ ഉള്ളൂ. എന്തിനാ? ഞാൻ തരില്ല. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇതുപോലെ ക്ലോസ്ഡ് ഗ്ലാസ് പാർട്ടീഷൻ വേണം. പിന്നെ സേഫ്റ്റിക്ക് ഒരു വിഷയമില്ലല്ലോ. അല്ലാതെ ആൾക്കാർ ചിലപ്പം വിസിലടിച്ചോന്നല്ലൊന്നും മാറി നിൽക്കത്തില്ല. ഇതുണ്ടെങ്കിൽ എന്തൊരു സേഫാണ്. ഇവിടുത്തെ മെട്രോ ഭയങ്കര അഡ്വർടൈസിങ് ആണ്. അതൊക്കെ നമ്മുടെ കൊച്ചിയിലും സൂപ്പറാണ്. എനിക്കൊന്ന് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആകെ നമ്മുടെ കേരളത്തിലുള്ളത് കൊച്ചി മെട്രോ ആണ്. ഒരു പരിധി വരെ ലുലു മോളും. മലേഷ്യൻ മെട്രോയും നമ്മുടെ നാട്ടിലെ പോലെ ബ്ലൂ തന്നെയാണ്. ആൻഡ് ലേഗോ ആണ് ഇവരുടെ ഫുൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ലേഗോയുടെ തീം പാർക്ക് വരെ ഉണ്ട്, ലേഗോ വേൾഡ്. എന്തൊരു മോഡേൺ ആൻഡ് ക്ലീനാണ് ഇവരുടെ സ്റ്റേഷൻസൊക്കെ. എനിക്ക് തോന്നുന്നു എല്ലാം ഒരുവിധം പുതിയ സ്റ്റേഷൻസ് ആയിരിക്കും. ഒരു ഭൂരിപക്ഷം അതാണ് ഇത്രയും വെൽ മെയിൻറ്റൈൻഡ്, ക്ലീൻ, ലോഡ് ഓഫ് ഷോപ്സ്, ഈസി ആക്സസ്, അടിപൊളി. പക്ഷേ നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ തന്നെ നിൽക്കേണ്ടി വരും. സ്റ്റേഷൻ്റെ അകത്ത് തന്നെ വേണമെങ്കിൽ കോഫി കുടിക്കാൻ, ഡോണറ്റ്സ്, അതുപോലെ തന്നെ കുറച്ച് കൺവീനിയൻസ് സ്റ്റോഴ്സ്, എവറിത്തിങ് ഇസ് ദർ. ഗൈസ്, സോ ബുക്കിറ്റ് ബിൻടാങ് സ്റ്റേഷൻ. ആൻഡ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ യു ഗ്രീറ്റഡ് വിത്ത് ദിസ് നമ്മുടെ ജപ്പാനിലെ ഷിബൂയൊക്കെ പോലത്തെ ഒരു മെയിൻ വാക്ക്വേ ജംഗ്ഷനാണ്. ഇവിടെ ഉണ്ടല്ലോ, യു ഹാവ് ലോട്ട്സ് ഓഫ് മോൾസ് ആൻഡ് ബിൽഡിങ്സ് ആൻഡ് ഫുഡ് ആൻഡ് നൈറ്റ് ലൈഫ്, എവറിത്തിങ് ഇസ് ഇൻ ദിസ് ഏരിയ. ഭയങ്കര വൈബുള്ളൊരു ഏരിയ ആണ്. എന്തൊരു വൈബാന്നറിയോ. ഇവിടെ ശരിക്കും എനിക്ക് ജപ്പാൻ്റെ ഷിബൂയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കോലാലംപൂരിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റായിട്ട് കുട്ടികളുള്ളവരും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പോകുന്നവരൊക്കെ ജെൻറ്റിങ് ഐലൻഡ്സിലാണ് പോകുന്നത്. പക്ഷെ അതിന് പകരം അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, അറിയോ, അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇൻഡോർ പ്ലേ ഏരിയ അല്ല, പ്രോപ്പർ അമ്യൂസ്മെൻറ്റ് പാർക്കുള്ള. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ദാറ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ഓൾസോ എൻജോയ്. പ്ലസ് ഇതൊരു ഭയങ്കര രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുക. ഇതുവരെ കാണിച്ചിട്ടില്ല. ഉള്ളി പ്രോബ്ലം കൺട്രോൾ വേണം. കാരണം നടന്നു പോകുമ്പോൾ ഒരുപാട് ഫുഡ് ജോയിൻസ് ആണ് ഉള്ളത്. എസ്പെഷ്യലി ഇതുപോലത്തെ മോൾട്ടൻ ചീസ് കേക്കും മോൾട്ടൻ ചോക്ലേറ്റ് കഫേ. ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ഇസ് ഔട്ട് സ്റ്റാൻഡിങ്. ഇതൊരു ചെയിനാണ് വിത്ത് വാഫിൾസ് ആൻഡ് ചോക്ലേറ്റ് ഫോണ്ടിയോ എല്ലാം ഉണ്ട്. ഇതൊന്നും കഴിക്കാതെ നടക്കുക. ഇവർ ടൂറിസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. കുറേ വർഷം മുമ്പൊന്നും ഇത്രയും സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു. ഇത്
നമ്മുടെ ബാങ്കോക്കിൻ്റെ ഒരു പ്ലാറ്റിനം ഏരിയയിലൊക്കെ നടക്കുന്ന പോലെ ഫീൽ. ബാങ്കോക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാനുണ്ട്. പക്ഷേ ആകെ കൂടെ എനിക്ക് തോന്നുന്നത് ബാങ്കോക്കിൽ ആൽക്കഹോൾ ചീപ്പല്ലേ, അതൊരു ഭയങ്കര അട്രാക്ഷനാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആൽക്കഹോൾ ഇസ് കമ്പാരിറ്റീവ്ലി മോർ എക്സ്പെൻസീവ്. എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും നമ്മൾ റോഡ് ഒന്ന് ക്രോസ് ചെയ്താൽ മിക്സ്യൂയിൽ കയറി ലൈം ജ്യൂസ് കുടിക്കായിരുന്നു. അതെ, സുയി വാങ് പ്ലാസ എന്നാണ്. പക്ഷേ ഐ തിങ്ക് സോ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് അഫോർഡബിൾ സാധനങ്ങളും ഈ സുവനിയേഴ്സും കുറച്ച് ചെറിയ നിക്നാക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് സ്പാ ഒക്കെ ഉണ്ട്. ഇത് മിക്സിയുടെ പുതിയൊരു ഡ്രിങ്കാണ്. ഇറ്റ്സ് ലൈക്ക് ക്രീമി ലിച്ചി റോസ് ഡ്രിങ്കാണ്. ഫുൾ ഐസായിരിക്കും. സോ ഇറ്റ്സ് സോ ഹോട്ട് ഓ ഹിയർ. മിക്കവാറും നല്ല റിഫ്രഷിംഗ് ആയിരിക്കും. റോസ് മിൽക്കിൽ ലിച്ചി ജെല്ലി ഇട്ട ടേസ്റ്റാണ് വരുന്നത്. നോട്ട് വെരി സ്വീറ്റ് ആക്ച്വലി, നോട്ട് ദാറ്റ് സ്വീറ്റ് അറ്റ് ഓൾ, ബട്ട് ഇറ്റ്സ് ഫിൽഡ് വിത്ത് ലിച്ചി ജെല്ലി. ഒട്ടും സ്വീറ്റ് അല്ല. മിൽക്ക്, റോസ്, ആ ലിച്ചിയുടെ സ്വീറ്റ്നെസ് മാത്രമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഫുഡ് ഇഷ്ടമുള്ളവർക്കും കോലാലംപൂർ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഗൈസ്, ഈ കാണുന്നതാണ് ബർജയ ടൈം സ്ക്വയർ മോള്. ഈ സൈഡിലുള്ളതൊക്കെ ഹോട്ടൽസ് ആണ്, അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഓഫീസ് ഉണ്ട്. പക്ഷേ ഈ മോളിൻ്റെ അകത്ത് ഒരു കിടിലൻ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്, റൈറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ബുക്കിറ്റ് ബിൻടാങ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? സോ നമുക്ക് ഈ വഴി കയറി, എസ്കലേറ്റർ വഴി കയറി നേരെ മോളിൻ്റെ അകത്തേക്ക് എൻട്രൻസ് ഉണ്ട്. ഇത് കണ്ട, ഈ ആഡ് മൊത്തം ഇതിൻ്റെ അകത്തുള്ള തീം പാർക്കിൻ്റെ ഇൻ ദ മിഡിൽ ഓഫ് ദ സിറ്റി. ഇറ്റ്സ് നോട്ട് ആൻ പ്ലേ ഏരിയ, ഇറ്റ്സ് എ പ്രോപ്പർ തീം പാർക്ക്. ആ കുട്ടി ക്യാമറ വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഹാപ്പിയായി. മോളിലേക്ക് പോകുന്ന വാക്ക് വേ വരെ അവർ 1 ഇഞ്ച് വെറുതെ കളഞ്ഞിട്ടില്ല. എല്ലാ ഷോപ്പ് നല്ല നല്ല കാര്യം ഇതൊക്കെ കേട്ടോ. എല്ലാവർക്കും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ. എല്ലാവരും ക്യാമറ വരെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും വൈബാ. സത്യമായിട്ട് എനിക്ക് ഇത്രയും ഫ്രണ്ട്ലി എക്സ്പീരിയൻസ് മലേഷ്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും നല്ല ഒരു ഫ്രണ്ട്ലി ആൾക്കാരില്ല. ഡ്രൈവേഴ്സ്, മോൾസിലെ സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ കൂടെ വരുന്നു അല്ലേ. ഓ, അതായിരിക്കും കേട്ടാ. വലിയ വലിയ മോൾസൊക്കെ വന്നിട്ട് ഇപ്പം എനിക്കൊന്ന് ഈ മോളിലൊന്നും ആൾക്കാരേ ഇല്ല കേട്ടാ. ഫുൾ ഷോപ്സാണ്. ഞാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ ഇലക്ട്രിക് ഫാൻ, AC ഫാൻ. ടൈം സ്ക്വയർ എനിക്ക് പേഴ്സണലി കണ്ടിട്ട് നമ്മുടെ പ്ലാറ്റിനം മോൾ അല്ലെങ്കിൽ ടെർമിനൽ 21 ഒക്കെ ഒരു ലുക്കാണ്. കാരണം ബ്രാൻഡഡ് ആയിട്ടൊന്നുമില്ല, പക്ഷെ കുറേ ചീപ്പ് ആൻഡ് അഫോർഡബിൾ ഷോപ്പിങ്ങിൻ്റെ, സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒരു മോളിൻ്റെ അകത്തുള്ള വേർഷൻ. അതാണ് ഇവിടെ ഈ മോളിൽ കാണുന്നത്. കാരണം എല്ലാം കണ്ട ഒരു 600 രൂപ 500 രൂപയുടെ ഐറ്റംസ് ആണ്. ഇങ്ങനത്തെ കുറേ സ്റ്റോഴ്സ് ഉണ്ട്. പക്ഷേ ബ്രാൻഡ്സ് ഒന്നും അധികം ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഇങ്ങനത്തെ ഷോപ്സാണ്. എന്തോ ചൈനീസ് ഫെസ്റ്റിവൽ നടക്കുമെന്ന് തോന്നുന്നു. എന്ത് രസമായിട്ട് ഇവിടെ ഓരോ മോളും ഡെക്കറേറ്റ് ചെയ്യുന്നത്. എനിക്കൊന്നും ഇവിടെ മോളിൽ തിരക്ക് വരണമെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ ഇവൻറ്റ്സ് വേണം. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും പ്രൊമോഷൻ. അത്രയും കോമ്പറ്റീഷൻ അല്ലേ മോൾസിനെതിരെ. വിടുന്നില്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. പിന്നെ ഒരു വ്യത്യാസം എന്താ അറിയോ, നമ്മുടെയൊക്കെ മോളിലെ ഏറ്റവും മുകളിലല്ലേ ഫുഡ് കോർട്ട്, ഇവിടെ എല്ലാം താഴെയാണ്, ഏറ്റവും താഴെയാണ് ഫുഡ് കോർട്ട്. ഈ ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ അമ്പോ ഫുൾ കുട്ടികളുടെ സെറ്റപ്പാണ്. ഒരാളിത് ഹാപ്പിയായി നേരെ അങ്ങോട്ട് പോയി ഒന്ന് നോക്കിക്കേ. വിശ്വസിക്കണോ, ഇത് സിറ്റിയുടെ നടുക്ക് ഒരു മോളിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്. യു ഹാവ് എ പ്രോപ്പർ തീം പാർക്ക് വിത്ത് റോളർ കോസ്റ്റേഴ്സ് ആൻഡ് റൈഡ്സ് ആൻഡ് മറ്റേ സ്വിങ്സ് എല്ലാം ഉണ്ട്. ഓ, ഇത് സെറ്റപ്പാണല്ലോ ഇത്. ഓ, എന്താ അല്ലേ. അത് മോളിൻ്റെ 5ാമത്തെ നിലയിലാണ് അവർ ഇത്രയും സ്പേസ് ഇട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. നോക്ക് ഗായ്സ്, സിറ്റിയുടെ നടുക്ക് ഒരു മോളിൻ്റെ 5th ഫ്ലോറിൽ വന്നിരിക്കുന്ന ഒരു ഇൻഡോർ തീം പാർക്കാണിത്. ഓ, അമേസിങ് ഇസ് മലേഷ്യ. അവസാനം ഒരു 7-Eleven കണ്ടു. പക്ഷെ അത് 1.5 7-Eleven ആണ്. അകത്തെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കയറും. ഇവിടെ 7-Eleven കഫേ ഉണ്ട്. സോ യു ഗോട്ട് എ സോഫ്റ്റി ഐസ്ക്രീംസ് ആൻഡ് കോഫി, സാൻഡ്വിച്ചസ് എല്ലാം ഉണ്ട്. പ്ലസ് ഫ്രഷ് ഫുഡ്സ് ഉണ്ട്. നല്ല സോഫ്റ്റി ആണല്ലോ കണ്ടിട്ട്. ഒരു സോഫ്റ്റി അടിക്കണോ? കൊള്ളാം കേട്ടോ. നല്ല 7-Eleven എഗ് ടാർട്ട്സ്. ഓ, ഇത് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ ഇവിടെ. കൊള്ളാമല്ലോ. ഓഫറാണ് ഇപ്പോൾ. എത്രയാണെന്ന് അറിയോ? 18 രൂപ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഐസ്ക്രീമിന്. താങ്ക് യു. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും സാധാരണ ചിലപ്പോൾ സോഫ്റ്റ് ഐസിൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇത് മിൽക്കി, അത്യാവശ്യം മിൽക്കിയാണ്.
18 രൂപയ്ക്ക് സംഭവമാണ്. ഇനി ഈ ട്രിപ്പ് കഴിയുന്നവരെ എന്നോട് ഐസ്ക്രീം ചോദിച്ചു വരുത് കേട്ടല്ല. താടിയിലും ആക്കും, മേത്തും ആക്കി, എല്ലായിടത്തും ആക്കി. കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് ആസ്വദിച്ച് കഴിക്കുന്നത് അങ്ങനെയാണോ? ഞങ്ങളിത് ഇപ്പം ഇന്നർ റോഡ്സ്, ബാക്ക് റോഡിൽ കൂടെ ഷോർട്ട് കട്ട് ഒക്കെ എടുത്ത് നേരെ ജലൻ അലോറിലേക്ക് പോവാണ്. ഭയങ്കര എല്ലാ സ്ഥലവും ഭയങ്കര വൈബാണ് ഈ ബുക്കിറ്റ് ബെങ്കാങ്ങിൽ. ഓൾ മ്യൂസിക്, സ്ട്രീറ്റ് ഫുഡ്, കളേഴ്സ്, ക്ലീൻ. ഞാൻ കാണിച്ചു തരാം ഒന്ന്. ക്ലീനാണ് ഭയങ്കര. മലേഷ്യ ഓവറോൾ ഭയങ്കര ക്ലീൻ അല്ലേ? അത് ഇത് വേറെ മാൾസ്, ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ്സ്, റോഡ്സ് കണ്ടാൽ തന്നെ നമുക്കൊരു വാക്കിംഗ് സ്ട്രീറ്റിനൊക്കെ ലുക്കാണ്. പിന്നെ എവ്രിവെയർ ഇപ്പോൾ ഈ ചെറി ബ്ലോസം ആയതുകൊണ്ടോന്ന് അറിയില്ല, ചെറി ബ്ലോസത്തിൻ്റെ ഒരു ഡെക്കറേഷനാണ് മൊത്തം ഏരിയ വെച്ചിരിക്കുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മൾ ജലൻ അലോറിൽ എത്തിയിരിക്കുകയാണ്. സോ ജലൻ അലോർ ഇസ് ദ ഫുഡ് സ്ട്രീറ്റ് ഓഫ് കുആലാലംപൂർ. ഇന്ന് ഭാഗ്യത്തിന് ഞങ്ങൾ വീക്ക് ഡേ തന്നെ ചോദിച്ചു, കാരണം വീക്കെൻഡ് ഇസ് ഗോയിങ് ടു ബി സോ ക്രൗഡഡ് ഓവർ ഹിയർ. ഇത് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ ക്രൗഡ് ഇല്ല. സോ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കണ്ട് അല്ല, വീക്ക് ഡേ ഇല്ലേ ഇവിടെ നിൽക്കാം, വീക്കെൻഡ് നിൽക്കാൻ പറ്റില്ല, ഉന്തും ആൾക്കാർ ഉന്തും. ഇന്ന് ബാക്കി ആ ക്രൗഡൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നല്ല നല്ല സാധനങ്ങൾ കഴിച്ചു പോകാം. ഇവിടുത്തെ ഉള്ളി പ്രോബ്ലം, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് അധികം ഇല്ല, കാരണം ഞങ്ങൾ ഇവിടുത്തെ 2 days 3 days വന്നതാണ്. അത് ഒന്നുമില്ല. ഇവിടെ പിന്നെ അടുത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്താണെന്നറിയോ? ഒക്ടോബസ് സ്ക്വിഡ് ആണ്, ഇതുപോലത്തെ റോ സംഭവങ്ങൾ. പക്ഷേ ഐ തിങ്ക് ദ ഗ്രില്ല് ആൻഡ് ദ സെൽ ഇറ്റ് ഓവർ. ഇവിടെ കാർഡ് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. കൊള്ളാം കേട്ടോ. അവർ പൊറോട്ട പോലത്തെ ഒരു സാധനത്തിനകത്ത് മിൻസ്ഡ് ബീഫും പിന്നെ കുറേ വെജിറ്റബിൾസും എല്ലാം കൂടെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അത് കണ്ടിട്ട് കൊള്ളാം, പക്ഷെ അത് ട്രൈ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ. അതെ, ATM പോയി എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഒരു 500-600 രൂപ അതിന് വേണ്ടി പോവും. അത് കൂടെ 500 രൂപയുള്ളൂ ഫുഡിന്. അപ്പോൾ സോസും എല്ലാം ഇടുന്നുണ്ട് അതിൽ. സോ സ്റ്റാർട്ടിങ് അവർ ഫുഡ് ജേർണി വിത്ത് ദിസ് ഹണി ഗ്ലേസ്, എന്താ പറയുക, ചിക്കൻ ചോപ്പ്. ജെഫ്രിൻ്റെ സെലക്ഷൻ ആണ്. ഞാനിവിടെ എല്ലാ സ്ഥലത്തും കഴിച്ചോണ്ടിരിക്കുന്നു. ഓ, ഇതിൽ മിൻസ് ചിക്കൻ ഇട്ടിട്ട് ഒരു പെപ്പർ ഹണി സോസാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് പറഞ്ഞു ഇത് 6 സോ ഏകദേശം 120 rupees. നൈസ് നൈസ്. വെറുതെ ഓവർ സ്വീറ്റ് അല്ല, ഹണി ആൻഡ് പെപ്പർ ലുക്സ് നൈസ് ഓൾസോ. ഗൈസ്, ചിക്കൻ സ്കിൻ ഇത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒരിടത്തും കാർഡ് എടുക്കുന്നില്ല, ഭയങ്കര പാട്. ഗൂഗിൾ പേയും ഇല്ല, കാർഡും ഇല്ല. ഐ ലവ് ചിക്കൻ സ്കിൻ. ഇതൊക്കെ ഫുൾ മട്ടൻ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട്, പക്ഷേ ഇത് എത്ര ഫ്രഷാണെന്ന് അറിയില്ല, കാരണം ഇത് ഒരു ദിവസത്തിൽ ഇത് തീരില്ലല്ലോ. എടുത്തിട്ട് അവരവിടെ ആ മട്ടൻ കട്ട് ചെയ്ത് വിൽക്കുന്നുണ്ട് ഇവിടെ, മട്ടൻ ചോപ്സ് പോലെ. പക്ഷെ ജെഫിന് ഇഷ്ടപ്പെടില്ലത്. മട്ടനാണ്, പക്ഷെ റോ ആയിരിക്കും ഏകദേശം. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാർഡൊക്കെ എടുക്കും. ഇവിടെ നിന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നത് ചിക്കൻ വിങ്സ് ആണ്. ട്രൈ ചെയ്യാം. അവിടെയല്ല, തിരക്കുള്ള കടയിൽ നോക്കി കയറ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ. എന്താ അവർ ചെയ്യുന്നത്? നല്ല തിരക്ക്. സോൾട്ട് ബേക്ക്ഡ് ക്രാബ് ആൻഡ് ചിക്കൻ, അതെന്ത് ചെയ്യാവോ? ഓ, ഇത് അവർ ഉപ്പിലിട്ട് നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഇല്ലേ, അതുപോലെ കപ്പലണ്ടി മണ്ണിലിട്ട് റോസ്റ്റ് ചെയ്യുന്നല്ലോ, ഉപ്പിലിട്ട് ക്രാബ് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ മീറ്റ് മൊത്തം എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? ചിക്കൻ ഇടുമായിരിക്കും എൻ്റെ അകത്ത്. നോക്കട്ടെ എന്താ ചെയ്യുന്നതെന്ന്. ഇല്ല, ഒന്നുമില്ല, വെറും ക്രാബ് ഉപ്പിലിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നു. ചിക്കനൊന്നും ഇല്ല അപ്പം ഇന്നിട്ട്, മൊത്തം ക്രാബാ. ഇത് വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല ഒക്കെ ആയിട്ടുള്ള സാധനമാണ്. ഇവർ മാവ് ഇതുപോലെ ഇട്ട് ബേക്ക് ചെയ്തെടുത്ത് കണ്ട ഇഡ്ഡലി പോലെയാവും ഏകദേശം. അതിൻ്റെ അകത്ത് നിന്നിട്ട് വേറെ ടൈപ്പ് സ്റ്റഫിങ്, എന്തൊക്കെ ടൈപ്പ് നോക്കിക്കോ. നല്ല രസമില്ല അവരെടുക്കുന്നതാണ്. അതെടുത്തു മാവ് പോലെയായി, അതിൻ്റെ അകത്ത് സ്റ്റഫിങ് കാണും. ഇഡ്ഡലിയാണ് ഒരുവിധം. സോ അതിൻ്റെ പീനട്ട് ഉണ്ട്, അത് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇത് ആക്ച്വലി ഒരു ഇഡ്ഡലി പോലെയുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ കോക്കനട്ടും ഉണ്ട്, അകത്ത് പാം ഷുഗറാണ് അവർ ഇട്ടിരിക്കുന്നത്. കണ്ട, ശർക്കരയാണ്, അതോ ജാഗറിയ. സോ ഒരു ഹെൽത്തി സംഭവമാണ്. ഡെസേർട്ട് പോലെയാണോ അതോ വെറുതെ സ്നാക്ക് പോലെ കഴിക്കാനാണോ എന്നറിയില്ല. ഡ്രൈ അല്ലേ, ഇഡ്ഡലി പോലെയാ. ശർക്കരയുടെ ഒക്കെ മണമുണ്ട്. വെളുത്ത മാവ് ഭയങ്കര ഡ്രൈ, ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷെ ശർക്കരയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പുറമെ എന്തോ പേരിന് വേണ്ടിയിട്ട് ഇച്ചിരി തേങ്ങ. തേങ്ങ ആക്ച്വലി കുറച്ച് അധികം ഉണ്ട്, ഒരുപാട് തേങ്ങയുണ്ട്. ഒരു പുട്ട് ഇഡ്ഡലിയുടെ മിക്സ് ആണിത്. അത് തന്നെ പുട്ട് ഇഡ്ഡലിയുടെ മിക്സ്. സത്യം വേണമെങ്കിൽ എനിക്ക് പഴം വേണം. സത്യം ഇത് മാത്രമായിട്ട് കഴിക്കാൻ വലിയ ഫീലൊന്നുമില്ല. നല്ല ഹെൽത്തി സാധനമാണ്, പക്ഷെ വലിയ ഫീലൊന്നുമില്ല.
ഇതാണ് എനിക്ക് ഈ ജലനോളറിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം. ഇവരുടെ ചിക്കൻ വിങ്സ് എന്തൊരു സൈസ് ഇത് കോഴിയുടെ തന്നെയാണോ അതോ വല്ല വൾച്ചറിൻ്റെ വല്ല ആണോ എന്നൊരു ഐഡിയ ഇല്ല. ഫ്രഷ് ആയിട്ട് ഇവരുടെ ഗ്രില്ല് ചെയ്യും. റേറ്റ് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു, എന്നാലും ഇത് ഇവിടുന്ന് കഴിക്കാതെ പോകാൻ പാടില്ല. സോ മാരിനേറ്റ് ചിക്കൻ, ഇതെന്ത് മാരിനേഷൻ ആവോ? സോയാ സോസ് ആണോ സ്വീറ്റ് ആണോ ഒന്നും ഐഡിയ ഇല്ല. പക്ഷേ വാട്ട് ഐ ലവ് ആർ ദീസ് വിങ്സ്. ലുക്ക് ഹൗ ഗോർജിയസ് ദീസ് ലുക്ക്. ഭയങ്കര വലിയ വിങ്സ് ആണ്. ഈ ബഫലോ വിങ്സ് ഒക്കെ പറയുന്നതിൻ്റെ ഒരു സെറ്റപ്പാണ്. ഒരു വിങ് 2 പീസാക്കിയിട്ടാണ് അവർ തരുന്നത്. ലുക്ക് സോ വെൽ റോസ്റ്റഡ് ആൻഡ് സ്റ്റഫ്. ഇത് മാരിനേറ്റ് ചിക്കൻ കൊള്ളാവോ? കഴിക്കാൻ ഓക്കെയാ? ഇഷ്ടപ്പെടും, എനിക്കൊരു പകുതി ഇഷ്ടപ്പെട്ടു. റോസ്റ്റഡ് ചിക്കൻ വിങ്സ് നമ്മുടെ ഒരു ഷവായ് പോലെയൊക്കെ ഇരിക്കുന്ന കേട്ടോ, കണ്ടിട്ട് നാട്ടിൽ കിടന്ന ഷവായ് ഒക്കെ പോലെ. ഓ വാവ്. ഓ ഈ അടുത്തിടയ്ക്ക് ഞാൻ കഴിച്ചതിൽ ഏറ്റവും മോയിസ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ഇറ്റ് ഇസ് സോ മോയിസ്റ്റ്, ഒട്ടും ഓവർ ഡൺ അല്ല. യു ഹാവ് ടു ട്രൈ ദീസ്. എന്ത് ഹ്യൂജ് ആണെന്നറിയോ? ക്രിസ്പി സ്കിൻ, സോഫ്റ്റ് ആൻഡ് ജ്യൂസി, ടെൻഡർ വിങ്സ് ആണ്. വെരി നൈസ്. ഇത് ഇവരുടെ മാരിനേറ്റ് ചിക്കൻ ആണ്. സോസ് ആക്ച്വലി റിച്ച് സോയ സോസ് ആണ്. ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹണി ആൻഡ് വിനേഗർ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടായിട്ടിരിക്കുന്നത്, ചെറിയൊരു ബാറ്ററിൽ ഫ്രൈ ചെയ്തിട്ട്. പക്ഷേ ഭയങ്കര സോയ സോസ് ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പുളി വരുന്നുണ്ട്, കയ്പ്പ് വരുന്നുണ്ട്. പുളിയല്ല, കയ്പ്പ്. ഒരാൾ ഇപ്പോഴും മുഖത്ത് കുറച്ച് സന്തോഷം വന്നിട്ടുണ്ട്. ഞാൻ ആലോചിക്കണല്ലോ, തട്ടുകടയല്ലേ? അതെ, തട്ടുകട കിട്ടുന്നതും ഇവിടുത്തെ തട്ടുകട കിട്ടുന്ന ഫുഡിന്റെ ക്വാളിറ്റി എന്നുള്ള വ്യത്യാസം കണ്ടോ? കമ്പയർ ചെയ്യാൻ പറ്റില്ല. സത്യം, ഞാൻ ആ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ചില്ല. ആൻഡ് വേഴ്സ്റ്റ് പാർട്ട്, നാട്ടിലെ തട്ടുകട ചാർജ് ചെയ്യുന്നത് നാട്ടിലെ ഹോട്ടൽസിന്റെ റേറ്റ് തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. അല്ല, ഇവിടെയൊക്കെ കമ്പാരിറ്റീവ്ലി ഹോട്ടൽസ് കാട്ടി കുറവാണ്. കുറവല്ലേ? ക്വാളിറ്റിയാണ് ഈ സാധനം. ഇതേ പോയി ക്വാണ്ടിറ്റിയോ എന്തൂരം. നമ്മൾ ഏറ്റവും ചെറിയ സൈസ് എല്ലാം പറഞ്ഞത് കേട്ടാ. ഭയങ്കര സൈസ് നോക്ക്. നൂഡിൽസ് ഒക്കെ ക്വാണ്ടിറ്റി നോക്ക്. അതിന്റെ മിക്സ് എല്ലാം കുത്തി നിറച്ചേക്കോ. നല്ല ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, എവരിതിങ് ഇസ് ദേർ അല്ലേ? പ്രോൺസും ഉണ്ട്. ഓ ഓക്കെ. സോ ഇവിടെ നൂഡിൽസ് ഇത് ഇല്ലാത്ത ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ടോഫു ഉണ്ട്. നൂഡിൽസിനെക്കാളും കൂടുതൽ ഫില്ലിങ്സാ. നോക്കട്ടെ. ഓ അടിപൊളി അടിപൊളി. വോക്കെന്ന് പറയുമ്പോൾ ചട്ടിയിലിട്ട് നന്നായി സ്റ്റർ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആ സ്മോക്കി ഫ്ലേവറാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ എഗ്ഗിൻ്റെയും നല്ല ഫ്ലേവർ ഉണ്ട്, സ്മോക്കി എഗ്. പിന്നെ സോയ സോസ് ഉണ്ട്. യു ഹാവ് ചിക്കൻ. ക്വാണ്ടിറ്റി സോ മച്ച്. അത് ഞങ്ങളുടെ വയറ് ചെറുതായതാണോ? ക്വാണ്ടിറ്റി ഒക്കെ ഹെവിയാണ്, പക്ഷേ ഈ ക്വാണ്ടിറ്റി നമുക്കൊന്നും അല്ലായിരുന്നു ഒരു കാലത്ത്. ഒന്നല്ല, ഈ സൈഡിൽ നിന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ചെറുവിരലിൻ്റെ അത്രയും. ഇങ്ങനത്തെ ഒരു 10 ഡിഷ് കണ്ട 10, 1, 2, 3, 4, 5, 6, 7 ഡിഷ് കഴിക്കുന്നത് ആകെ ഇച്ചിരി ഇല്ലാത്ത. നാണക്കേടാണ്. എണീറ്റ് പോവാം നമുക്ക്. അതാ നല്ലത്. ഞങ്ങൾ പോവാണ്, ഞങ്ങൾ ഈ പരിപാടി നിർത്താൻ പോവാം. എൻ്റെ അമ്മോ, മൊത്തം ഞാൻ കഴിക്കേണ്ടി വന്നേ. ഇനി ജെഫ്രിന് നിങ്ങൾ ഫുഡ് ബ്ലോഗിൽ കൂട്ടാൻ പറയരുത്. ജെഫ്രിന് ഒന്നും കഴിക്കുന്നില്ല. ഇനി ഫുഡ് ബ്ലോഗ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥയായി. പുതിയ പാർട്ട്ണറിനെ കണ്ടു മൊത്തം ഞാനാ കഴിക്കുന്നത്. ഇനി കുറെ ഫുഡ് ട്രൈ ഉണ്ട്, ഇയാളൊന്നും ട്രൈ ചെയ്യില്ലാന്ന്. ഞാൻ വല്ല നോക്കട്ടെ, ചെറുതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കഴിക്കാം. നല്ല തിരക്കായി തുടങ്ങിയ. ഡിന്നർ ടൈം ആയി വരുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ സമയം എന്തായി? 8 മണി, 7:45. നല്ല തിരക്ക് വരുന്നുണ്ട്. മോന്നും കഴിക്കാൻ വയ്യ. ഇത് എനിക്ക് തോന്നുന്നു മാർഷ്മെല്ലോൻ്റെ അകത്ത് ഐസ്ക്രീം ഫില്ല് ചെയ്ത് വെച്ചാൽ. ഇത് മാർഷ്മെല്ലോൻ്റെ അകത്ത് ഐസ്ക്രീം വെച്ചിട്ട് അവർ മറ്റേ ഫ്ലെയിം ത്രോർ ചെയ്ത് റോസ്റ്റഡ് മാർഷ്മെല്ലോ പോലെ ആവും. കഴിക്കാൻ പറ്റില്ല ഇത്. ഇതുപോലെ കണ്ടിന്യൂസ് തിരക്ക് നമ്മുടെ നാട്ടിലും ഏതെങ്കിലുമൊക്കെ ഒരു ഫുഡ് സ്ട്രീറ്റിലാണെങ്കിൽ എന്താ അല്ലേ? എവറി പ്ലേസ് ഇസ് ക്രൗഡഡ്. ഇറ്റ്സ് എ വീക്ക് ഡേ, മൺഡേ ആണ്. അന്ന് ടൂറിസ്റ്റ് തന്നെ വരണം. പിന്നെ വൃത്തിയും സ്റ്റാൻഡേർഡ്സും നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂട്ടാനും ഉണ്ട്. ഇതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. പിങ്ക് കളർ, ഗ്രീന്, മറ്റേത് ഷ്രിംപ് ആണെന്നറിയാം. പോർക്ക് കാണില്ല ഇവിടെ. ചിക്കൻ, എല്ലാത്തിൻ്റെയും ഫ്രഷ് മെയ്ഡ് ഡിംസംസ്. ഇറ്റ് വിൽ ബി സോ ടേസ്റ്റി. എല്ലാം ഫ്രഷ് മെയ്ഡാണ്, നല്ല ഹൈലി റേറ്റഡ് ആണ്. അത് സാധനങ്ങൾ എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് നമ്മൾ എടുത്ത് നമ്മൾ തന്നെ ഇവിടെ ചൂടുവെള്ളത്തിൽ മുക്കി
ഇതിൽ മുക്കിയിട്ട് അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള സോസിലും മാരിനേറ്റ് ചെയ്ത് നമ്മൾ തന്നെ കുക്കിങ്ങും കഴിക്കും സെലക്ഷൻ എല്ലാം നമ്മുടെ തന്നെ, പൈസ മാത്രം ഇവർക്ക് കൊടുത്താൽ മതി. പക്ഷെ ഇത് വലിയ ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവം. മേ ബി സോസേജസ് ഓക്കെ, ബാക്കിയൊന്നും വലിയ ടേസ്റ്റ് കാണില്ല. റെസ്റ്റോറൻറ്റിലെല്ലാം കാർഡ് എടുക്കും, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിക്കുന്നത്. ഇങ്ങനത്തെ ഇനി ഒരു സ്ഥലം കൂടെ പറ്റുള്ളൂ. അല്ല, അതിനൊരു 10 ഉണ്ട്. 8 ജെല്ലി അല്ല, ഇതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പം കാണില്ല. ഇതൊക്കെ ജെല്ലി ബോൾസ് ആണ്. ഇത് പല ഫ്ലേവറിലുള്ളതായിരിക്കും. കണ്ടിട്ട് കൊള്ളാം. നമുക്ക് പ്ലെയിൻ ജെല്ലി ബോളിൻ്റെ ഒരു സ്റ്റിക്ക് എടുക്കട്ടെ. അത് വലിയ പൈസ ഉണ്ടോ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കുന്നത് അവിടെ നിന്ന്. അത് കൊള്ളാം കേട്ടോ. അവരത് വെള്ളത്തിൽ മുക്കി അല്ലേ, ഐസ് വെള്ളത്തിൽ മുക്കിയിട്ട് ജെല്ലി തന്നെയാണോ? പൊട്ടയാണോ? ഭാഗ്യം, ലാസ്റ്റ് പൈസ നല്ല കാര്യത്തിന് വേണ്ടി ചെലവായല്ലോ. അടിപൊളിയാ. അന്തും മേരിയാരും പ്രിയ കൊതിയിടുന്നുണ്ടായിരിക്കും. ഗ്രീന്, ഓറഞ്ച്, ക്ലിയർ, വയലറ്റ്. ജെല്ലി തന്നെയാണ് കേട്ടോ, നല്ല കുലുക്കമുണ്ട്. ഇനി കഴിക്കുക, കുലിക്കാതെ മതി. റിയൽ ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ അല്ല, എസെൻസിന്റെ ഒരു ഫ്ലേവർ അല്ല. ഇതിന് ഒരു ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ, ഇതിന് നല്ല ടാങ്കി ഓറഞ്ചിന്റെ ഫ്ലേവർ. ഇത് മിക്കവാറും റിച്ചി ആയിരിക്കും. ആൻഡ് ഫൈനലി പേർപ്പിൾ ആണോ? ഇത് മറ്റേ എന്താ പറയുന്നത്, ഇത് ചെമ്പരത്തിയൊക്കെ ഇല്ലേ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അല്ല, ഒരു ബ്ലൂപ്പിയോ അങ്ങനെ ഏതോ പറയും, അതിൻ്റെ ഒരു ഫ്ലേവറാണ്. അതിൻ്റെ ചായയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ലാസ്റ്റ് പൈസ കൊടുത്ത് വേർത്തായി. ഈ കാണുന്നതും മലേഷ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷിലൊന്നാണ്. ഇത് ക്ലേ പോട്ട് റൈസ് എന്ന് പറയും. ചിക്കൻ ആൻഡ് ബീഫ് ആയിരിക്കും കിട്ടുന്നത്. ചിക്കനാണ് ഏറ്റവും അടിപൊളി. പക്ഷേ ഇതിങ്ങനെ ഒരു ദമ്മും ക്ലേ പോട്ടിലൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. കഴിക്കാൻ വയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ച് കാണിച്ചു തന്നെ. ഒരു കാര്യം ചെയ്യാവേ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് രാത്രി പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഫുഡിൻ്റെ ഓപ്ഷൻസ് കാണിച്ചു തരാം. ഇവിടെയല്ല, നമ്മുടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇയാൾ കഴിക്കാത്തതുകൊണ്ട് കുറേ ഞാൻ കഴിച്ചു പോയി. വയറ് ഭയങ്കര ഫുള്ളാണ്. അതൊന്നല്ല, വയസ്സായപ്പോലെ കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, സംജാദ് എന്ന പേര്. പുള്ളി സംജാദൻ ട്രെയിനറായിരുന്നു. ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഹാങ് ഔട്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 2 തവണ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരന് കഴിക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. പുള്ളിക്കാരനാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അത്രയും പോർഷൻ കഴിച്ചില്ലെങ്കിൽ ഒരു ഈഗോ കോൺഷ്യസ് ഹിറ്റ് ചെയ്യുന്ന പോലെയാണ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ. അപ്പോൾ അങ്ങനെ 2 തവണ കഴിക്കാതെ വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങളുടെ ഹാങ് ഔട്ട് ചെയ്യാതെ ആയിപ്പോയി, ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ പോയി. അതിന്റെ സ്റ്റേജിലാണ് ജെഫ്രി. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി, കുളിച്ച് ഫുൾ ക്ഷീണം. കഴിക്കാനും വയ്യ, നടക്കാനും വയ്യ. അതാണ് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. നടക്കാൻ പിന്നെ പണ്ടേ പറ്റില്ല കേട്ടാ, നടന്നില്ല. നോക്കണം എത്രയായത്. ഇനി പോകുന്ന സ്ഥലത്ത് ഇതിന്റെ 10 ഇരട്ടിയാ നടക്കണ്ടേ. പക്ഷെ ചൂട് കാണില്ല. അപ്പൊ നമ്മള് ഇതിന്റെ ലോബി പോയി കുറച്ച് ഡ്രിങ്ക്സ് കുടിക്കാം. പിന്നെ ഇവിടെ ഒരു സ്കൈ കഫേ ഉണ്ട്, അത് ഓപ്പൺ ആണെങ്കിൽ അങ്ങോട്ടും പോകാം എന്നാണ് പ്ലാന്. അവിടെ ഒരു കരോക്കെ ബാർ പോലത്തെ സെറ്റപ്പ് ആണ്. പക്ഷെ ഭയങ്കര റഷ്. പിന്നെ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. സോ ഇനി മൂടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറി വേണമെങ്കിൽ പോവാം. നമ്മൾ പോയി കുടിക്കത്തുമില്ല, പാടത്തുമില്ല. പാടും, ആശം പാടും. പാടിയാൽ നമുക്ക് പോവാം. അങ്ങോട്ടേക്ക് പോവാം. ഇപ്പൊ 7-Eleven പോവാം. നമ്മളിവിടെ 7-Eleven വന്ന് ആർമാദിച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് ഒരു സോഫ്റ്റ് കഴിച്ചുള്ളൂ. കുറച്ച് ഡെസേർട്ടോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഒന്ന് എൻജോയ് ചെയ്യാം. ഇവിടെ ഡെസേർട്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബട്ട് ദിസ് ഇസ് ദർ. സോ ദിസ് ഇസ് സംതിങ് ലൈക്ക് എ ചോക്ലേറ്റ് ടോസ്റ്റി പോലെയാണ്. അതൊന്ന് ട്രൈ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് എ പ്യുവർ സോഫ്റ്റ് ചീസ് കേക്ക് പോലത്തെ എന്തോ ബ്രെഡാണ്. സോ ദിസ് മൈറ്റ് ഓൾസോ ബി ഗുഡ്. ഇത് രണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കാം. ബാക്കി 7-Eleven ഈ സംഭവങ്ങളാണ്. ഓൾ മൈക്ക് സാൻഡ്വിച്ചസ്, മറ്റേ ഫ്രൂട്ട് സാൻഡ്വിച്ച് അതൊന്നും കാണുന്നില്ല. ഇതൊക്കെ മറ്റേ പാസ്താസും സേവറി ഫുഡാണ്. എനിക്കൊന്ന് ഡെസേർട്ട്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇവിടുത്തെ. I'm just so shocked by these Malaysian convenience store. ഏറ്റവും വേഴ്സ്റ്റ് കൺവീനിയൻസ് സ്റ്റോർ ഏഷ്യയിൽ മലേഷ്യ ആയിരുന്നു. But now the quality, the Tom and Jerryയിലൊക്കെ കാണുന്ന കേക്ക് പോലെ ഇല്ലേ, നമുക്ക് എന്തൊരു പെർഫെക്ഷൻ ആണെന്ന് നോക്ക്. വേറെ ലെവല്. Just plain vanilla sponge cake, extremely soft. നോക്ക്, ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇടയ്ക്ക് കുറച്ച് ചീസ് പോലെ.
വളരെ വളരെ എന്താ പറയുന്നത്, ഒരു ലൈറ്റ് വെയിറ്റ് സ്പഞ്ച് കേക്കാണ്. വീണ്ടും സ്വീറ്റ്നെസ് ഇസ് ജസ്റ്റ് നോർമൽ, ഓവർ സ്വീറ്റും അല്ല. അതാണ് ഇവിടുത്തെ ഡിസേർട്ട്സ് ഒക്കെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്. അതിൻ്റെ ഫ്ലേവേഴ്സ് കിട്ടും. ഇതൊക്കെ ചീസ് ഇതല്ല. അമ്പോ ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. സോ ഓണ സോ ദിസ് ഇസ് ലൈക്ക് എ ചോക്ലേറ്റ് ഒന്ന് ടോസ്റ്റ്. തുറന്നേ. അവിടെ നിന്നല്ലേ ഇവിടെ നിന്ന് നോക്ക്, ഇത് ചോക്ലേറ്റിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. വെറുതെ ഒന്ന് നമ്മള് നല്ല പറ്റിക്കല് ജാം ഒന്നും അല്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഒരു ടോസ്റ്റഡ് ബ്രെഡ് ആണ്. കൊള്ളാം കേട്ടാ. 7-Eleven ഇനി കൺവീനിയൻസ് സ്റ്റോഴ്സിൽ നല്ല ഫുഡ് കിട്ടാത്തായിരുന്നു മലേഷ്യയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇപ്പൊ അത് സോൾവ് ആയി. ഓ, ഇറ്റ് ഈസ് ഡബിൾ ചോക്ലേറ്റ്. ഒരു ബെൽജിയം ഹോട്ട് ചോക്ലേറ്റിന്റെ സ്പ്രെഡ് പോലെ വരുന്നത്. അതിന് വെളിയിൽ നമ്മുടെ ഒരു മറ്റേ പാവ് ചോക്ലേറ്റ് ക്രോസാൻ ആ ഒരു ഫ്ലേവർ ആണ്. ഇറ്റ് ഈസ് ഫീലിംഗ് ബട്ടറി ഓൾസോ. ഓ മൈ ഗോഡ്, ഐ ലവ് ദിസ്. So much of chocolate. It tastes so good, guys. ഇത് മസ്റ്റ് ട്രൈ ആണ്. 7-Eleven എന്തായാലും ഇവിടെ വരുമ്പോ എല്ലാരും ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ട്രൈ ചെയ്യാം. ഇന്ന് നമ്മൾ കുറേ ഫുഡ് ആസ്വദിച്ചു. അതെ. ആൻഡ് ഇവിടുത്തെ ഹീറ്റ് വിത്ത്സ്റ്റാൻഡിങ് സ്ട്രീറ്റ് ഫുഡ് നന്നായി എക്സ്പ്ലോർ ചെയ്യാം. ജലനഗർ മസ്റ്റ് വിസിറ്റ്. നല്ല ക്വാളിറ്റിയാണ്, നമ്മൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. റേറ്റും ഇല്ല. അതുപോലെ തന്നെ കൺവീനിയൻസ് സ്റ്റോറും മസ്റ്റ് കം. ഓക്കെ, സോ നാളെ വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ബൈ.